നമസ്കാരം. തോട്ടം തൊഴിലാളികളുടെ ജീവിതം അത് നമുക്ക് മലയാളികൾക്ക് എപ്പോഴും ചർച്ചയ്ക്കുള്ള ഒരു കാര്യമാണ്. എന്താണ് അവരുടെ ജീവിതം, എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നൊക്കെ വാർത്തകളിൽ വരും, ചർച്ച ചെയ്യും, നമ്മളത് മറന്നുപോകും. യഥാർത്ഥത്തിൽ അവർ നിൽക്കുന്ന സ്ഥിതി ചർച്ച ചെയ്യാൻ ആത്മാർത്ഥമായി അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും ശ്രമിക്കാത്തൊരു സമൂഹമാണ് നമ്മുടേത്. ഈ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. തലമുറകൾക്ക് മുമ്പുള്ള തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 1860 ശേഷം 4 നൂറ്റാണ്ടായി മഴ പെയ്യാതെ മരുഭൂമിയായി കിടന്നിരുന്ന ഗ്രാമങ്ങൾ. പട്ടിണി മരണങ്ങളും നിത്യസംഭവം. ആ കാലത്താണ് ഊട്ടിയിലെയും മൂന്നാറിലെയും കുന്നുകളിൽ ബ്രിട്ടീഷുകാരുടെ തേയിലക്കാടുകൾ സൃഷ്ടിക്കാൻ പോകുന്ന സമൃദ്ധിയുടെ വാർത്തകൾ മദ്രാസ് റെസിഡൻസിയിലെ ഗ്രാമങ്ങളിൽ പാട്ടായത്. പട്ടിണിയെ അതിജീവിക്കാൻ ഏത് വഴിയിലൂടെയും സഞ്ചരിക്കാൻ തയ്യാറായിരുന്ന ഒരു ജനതയാണവർ. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ തീരുമാനത്തിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടു. നടന്നെത്തിപ്പെടാവുന്ന ഏത് ദൂരവും താണ്ടാം, അവിടെ ഒരു പണി ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് അവർ വഴിയിൽ കങ്കാണിമാരെ പോകുന്ന പോക്കിൽ കണ്ടത്. ആ കങ്കാണിമാർ അവരെയും കൊണ്ട് മല കയറി. അവരുടെ കായിക ശേഷിയെ തൊഴിൽ ചെയ്യാനുള്ള ത്രാണിയെ ദുരുപയോഗിച്ചു. കങ്കാണിമാർ പണമുണ്ടാക്കി. തൊഴിലാളികൾ തോട്ടങ്ങളിലും ലയങ്ങളിലും ജീവിതം ഹോമിച്ചു. ആ ജീവിതങ്ങളുടെ കഥയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. മലങ്കാട് എന്ന ഒരു പുസ്തകം, പ്രഭാകരൻ കെ മൂന്നാർ എഴുതിയ മൂന്നാറിൻ്റെ ആത്മകഥ. ഇതൊരു തോട്ടം തൊഴിലാളി സമൂഹത്തിൻ്റെ, തോട്ടം തൊഴിലാളിയുടെ ആത്മകഥ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന, തോട്ടം തൊഴിലാളികളുടെ ആകെ ജീവിതത്തെ എങ്ങനെ ഒരു പുസ്തകത്തിലാക്കാം, അതിൻ്റെ പശ്ചാത്തലം, ഭൂതകാലം, സമകാല സാഹചര്യം ഒക്കെ പുസ്തകത്തിലാക്കാമെന്ന് പ്രഭാകരൻ കെ മൂന്നാർ നമുക്ക് പറഞ്ഞു തരികയാണ് മലങ്കാട് എന്ന റാറ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലൂടെ. ഈ മലങ്കാട് എന്ന പുസ്തകത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് അത് കേവലം ഒരു പുസ്തകം എന്നുള്ളതിനപ്പുറത്ത് എന്താണ് തോട്ടം തൊഴിലാളിയുടെ ജീവിതം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പ്രഭാകരൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. പിൻതലമുറയ്ക്ക് വേണ്ടി ലയങ്ങളിൽ ജീവിതം ഹോമിക്കപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ ആത്മകഥയാണ് പ്രഭാകരൻ പറയുന്നത്. പ്രഭാകരനല്ല, പ്രഭാകരൻ കെ മൂന്നാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബ്രിട്ടീഷുകാരുടെ സുഖലോലുപതയുടെയും തോട്ടങ്ങളിലെ മഞ്ഞിൽ കുതിർന്ന കാൽപ്പനിക സാഹിത്യങ്ങളുടെയും കഥയാണ് നമ്മൾ അധികം കേട്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ മൂന്നാർ ലയങ്ങളിൽ ദുരിത ജീവിതം താണ്ടാൻ അതിജീവനത്തിൻ്റെ കഠിന വഴികളിലൂടെ സഞ്ചരിച്ച തോട്ടം തൊഴിലാളികളുടെ ഒക്കെ കഥയാണ് പ്രഭാകരൻ പറയുന്നത്. പല വഴികളിൽ അന്വേഷിച്ച് കണ്ടെത്തിയ ഗവേഷണങ്ങളുടെ മുദ്ര മലങ്കാടിൽ കാണാം. നമ്മൾ വായിച്ചതും എഴുതിയതുമായ സങ്കല്പങ്ങളിൽ മലങ്കാടിൻ്റെ ശൈലി കണ്ടെത്താനാകില്ല. തോട്ടം തൊഴിലാളികൾ മൂന്നാറിലെത്തിയതു മുതൽ അവരുടെ അതിജീവന ശ്രമങ്ങളും രക്ഷപ്പെടാനുള്ള ഒളിച്ചോട്ടങ്ങളും അതിന്മേൽ ആധിപത്യം സ്ഥാപിച്ച കൊളോണിയൽ ശക്തികൾ മുതൽ ആധുനിക ജനാധിപത്യത്തിൻ്റെ നേതൃത്വങ്ങൾ വരെ നീളുന്നതാണ് മലങ്കാട്. മലങ്കാടിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്ന വാക്കുകൾ ഞാൻ ഉദ്ധരിക്കാം. ഈ പുസ്തകത്തെക്കുറിച്ച് ഇതിൻ്റെ ഉദ്ധരണി ഇതാണ്: തോട്ടം തൊഴിലാളികളുടെ ചോരയിൽ നിന്നും വിയർപ്പിൽ നിന്നും ആണ് മൂന്നാറിലെ തേയിലക്കാടുകൾ കിളിർത്തു തുടങ്ങിയത്. അനവധി തലമുറകൾ എങ്ങനെയാണ് മനുഷ്യജീവിതം അസാധ്യമായൊരു മലങ്കാട്ടിൽ ചുവടുറപ്പിച്ചത് എന്നത് കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മൂന്നാർ വ്യാവസായികമായും ടൂറിസം സ്പോട്ട് എന്ന നിലയ്ക്കും കേരളീയ ഭൂപടത്തിൽ പച്ച പിടിച്ചു കിടക്കുമ്പോൾ അവിടുത്തെ തോട്ടം തൊഴിലാളി ജീവിതം അദൃശ്യ ഭൂപടങ്ങളായി, കേരളീയതയുടെ പിന്നാമ്പുറത്ത് പോലും ഇല്ലാത്ത ഒരു കൂട്ടം മാത്രമായി. ആ തോട്ടം തൊഴിലാളികളുടെ അവരിൽ ഒരാളായി ജീവിച്ച് അവരുടെ സംഘർഷഭരിതമായ ജീവിതം പങ്കിട്ട് മൂന്നാർ തോട്ടം തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച പ്രഭാകരൻ കെ മൂന്നാർ തൻ്റെ ആത്മകഥയിലൂടെ മൂന്നാറിലെ തോട്ടം തൊഴിലിൻ്റെയും തൊഴിലാളികളുടെയും ആത്മകഥ എഴുതുകയാണ് മലയാളത്തിൽ ആദ്യമായി. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ തുടങ്ങിയ ഇടത്ത് ഒരു കഥാപാത്ര സമൂഹമുണ്ട്. അതാണ് കങ്കാണിമാർ, ഇടയാളുകളായി എത്തുന്ന കങ്കാണിമാർ. അവരുടെ ക്രൂരതകളും നമ്മുടെ ഉള്ളിലേക്കും പ്രഭാകരൻ എഴുതുമ്പോൾ ഒരു രക്ഷപ്പെടലിൻ്റെ കഥ പ്രഭാകരൻ എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ്: കടുത്ത പീഡനങ്ങൾക്ക് ശേഷം എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നായി തൊഴിലാളികൾക്ക്. അവർ വീണ്ടും പഴയ തന്ത്രം പയറ്റി. രാത്രി 6:30 ആകുമ്പോൾ ഇരുട്ടിൽ കൊട്ടാകുടി വരെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ അവിടെ നിന്ന് താഴേക്ക് പയ്യെ പോകാം. അങ്ങനെ കങ്കാണിമാരുടെ കണ്ണു വെട്ടിച്ച് ചിന്നരാമൻ, കുറുപ്പയ്യ എന്നിവരടങ്ങിയ 5 പേർ മെല്ലെ നടന്നു നീങ്ങി പേമാരിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന മട്ടിൽ കഥകൾ പറഞ്ഞു. അവർ അത്തിമരത്തൊങ്ങലിലെത്തി. ഇനി 19 ഏക്കർ വഴി ബോർഡ് റോഡിലെത്തിയാൽ അവിടെ നിന്ന് കൊട്ടാകുടി സാമ്പലാറു വഴി മുന്തൂരിലേക്ക് പോകാം. അവിടെ നിന്ന് അടുത്താണ് ബോഡിനായ്ക്കന്നൂർ. പുരുങ്കയ്യ കങ്കാണിയും മുത്തയ്യ കങ്കാണിയും കൂട്ടത്തിലുണ്ട്. ചിന്നപ്പന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 19 ഏക്കറിൽ വെച്ചാണ് ചിന്നപ്പനും സംഘവും അവരെ കണ്ടുമുട്ടിയത്. ആദ്യം അവരെ കണ്ടപ്പോൾ തൊഴിലാളികൾ ഓടിയെങ്കിലും മുരുകയ്യ പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടൊപ്പം രക്ഷപ്പെടാൻ തീരുമാനിച്ചിറങ്ങിയതാണ് എന്ന്. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? ഈ കൊടും മഴയിൽ നമ്മൾ തീരും എന്നുറപ്പല്ലേ?
മുരുകയ്യ കങ്കാണി പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അങ്കുച്ചാമി അയാളെ നോക്കി നിന്നു. നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും കഷ്ടപ്പാടുണ്ട്. നിങ്ങൾ പണിക്ക് വന്നില്ലെങ്കിൽ സായിപ്പന്മാർ ഞങ്ങളുടെ ജീവനാണ് എടുക്കുന്നത്. അങ്ങനെ അവർ യാത്ര തുടങ്ങിയ ഒരു കഥയാണ് അവിടെ പറയുന്നത്. കാട്ടുപാതയിലൂടെ നടക്കുമ്പോൾ കാട്ടുപന്നികളെയും മറ്റു മൃഗങ്ങളെയും പേടിച്ചുള്ള ജീവിതം. ചില ഘട്ടങ്ങളിൽ കങ്കാണിമാരും അതിനനുസരിച്ചിട്ടുള്ള ഒരു അവർക്ക് മുകൾ തട്ടിലുള്ള ഉടമകളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു. പക്ഷേ കങ്കാണിമാരുടെ അതിക്രൂര പീഡനങ്ങൾ തൊഴിലാളികളും വാങ്ങുന്നു. അങ്ങനെ ഒരു രക്ഷപ്പെടാനുള്ള ത്വര എപ്പോഴും തൊഴിലാളികൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ആ രക്ഷപ്പെടലിൻ്റെ കഥ പ്രഭാകരൻ എഴുതുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും അവർ അതിജീവിക്കാൻ ശ്രമിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ വിദ്യാഭ്യാസം അടക്കമുള്ള അനിവാര്യമായ ആവശ്യങ്ങൾ, അവശ്യ സൗകര്യങ്ങൾ ഒന്നും ലഭിക്കാതെ വലിയ തലമുറ, 1, 2, 3 തലമുറകളൊക്കെ കടന്നുപോയി. ഇന്നും ലയങ്ങളിലേക്കുള്ള കാഴ്ച യാത്ര ഒക്കെ നമുക്ക് വലിയ ദുരിത ജീവിതത്തിൻ്റെ കഥയാണ് പറഞ്ഞു തരിക. ഒരുപക്ഷെ വാർത്തകളിൽ ഇടയ്ക്ക് വരുന്ന കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് ഉണ്ട്. അതിനപ്പുറത്ത് തോട്ടം തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ അതിജീവനം, സ്ഥിരതയോടെയുള്ള അവരുടെ ജീവിതത്തിലേക്കുള്ളൊരു യാത്ര, അത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വർത്തമാന യാഥാർത്ഥ്യം പ്രഭാകരൻ എഴുതുന്നുണ്ട്. പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ഒരു അധ്യായത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: കൊളോണിയൽ ആധിപത്യത്തിൻ്റെ തുടർച്ച പേറുന്ന ഇന്നും ആധുനിക പ്ലാന്റർമാരുടെ സ്വരാജ്യം തന്നെയായ മൂന്നാറിലെ ഭൂമിയും അവിടുത്തെ തൊഴിലാളികളും മലയാളി മനസ്സിന് ഒരു വിധത്തിലും അലട്ടുന്നില്ല. മൂന്നാറിനെ കുറിച്ച് അറിയുന്നവരും അവിടെ ജനിച്ചു വളർന്നവരും ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ സംവിധാനങ്ങളും എല്ലാം കുറ്റകരമായി നാസ്തയുടെ ബലമുള്ള കണ്ണികളായി വർത്തിക്കുന്നു. ഇപ്പോഴും അടിമ ബോധത്തോടെയാണ് എല്ലാത്തരം സംവിധാനങ്ങളും മൂന്നാറിലെ തൊഴിലാളി ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് വികസനത്തെക്കുറിച്ചും അതിൻ്റെ മുൻഗണനകളെക്കുറിച്ചും വലിയ ചർച്ചകളും വിവാദങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, മൂന്നാർ എവിടെയും ഒരു വിവാദം പോലുമായില്ല. അടിമകളായി ജീവിക്കുന്ന ഒരു സമൂഹം ഇതേ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നത് ഈ ചർച്ചകളിൽ സൗകര്യപൂർവ്വം മറച്ചു പിടിക്കപ്പെട്ടു. പലപ്പോഴും മുഖ്യധാരയുടേതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം ആണ് അവിടെയുള്ളത്. സമാന്തരമായ മറ്റൊരു ലോകമാണ് തോട്ടം തൊഴിലാളികളുടെ ലോകം. അവിടെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ സർക്കാരിന് ഇടപെടാനുള്ള സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാറി മാറി വന്ന സർക്കാരുകൾ അതിന് ശ്രദ്ധ ചെലുത്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതുപോലെ വർഷങ്ങൾക്ക് മുമ്പാണ് VS അച്യുതാനന്ദൻ മൂന്നാറിൽ പെമ്പിളയൊരുമയുടെ സമരത്തിൽ പോയതും അതിനെ തുടർന്നുണ്ടായ കൂലി വർധനയുടെ ഒരു അധ്യായവും നമ്മുടെ മുമ്പിൽ ഉദിച്ചുയർന്ന് നിൽക്കുന്നത്. എന്നാൽ അത്തരം സമരങ്ങൾക്ക് പോലും തുടർച്ചയുണ്ടാകാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. പ്രഭാകരൻ പറയുന്നുണ്ട്, 1956 മുതൽ കേരളം ഭരിച്ച ഇടതുപക്ഷത്തെയും അല്ലാത്തതുമായ സർക്കാരുകളാണ് ഈ അനീതിയിൽ പ്രതിസ്ഥാനത്തുള്ളത്. തൊഴിലാളി ജീവിതത്തെ മാറ്റിത്തീർക്കും വിധം ഒരിക്കൽ പോലും ഭരണകൂട ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന നിലയ്ക്കും അദൃശ്യരാക്കപ്പെട്ടവരെന്ന നിലയ്ക്കുമുള്ള ഇരട്ടി വിവേചനത്തിൻ്റെ ഇരകളാണ് ഞങ്ങളുടെ തൊഴിലാളി സമൂഹം എന്നാണ് പ്രഭാകരൻ പറയുന്നത്. ഒപ്പം ഈ പുസ്തകത്തിൽ തൊഴിലാളിയുടെ ജീവിതം എന്താണ് എന്ന് അറിയുന്നതിനുള്ള അദ്ദേഹം നടത്തിയ വലിയ ഗവേഷണങ്ങളുടെ ഫലം, അനുഭവ കഥനം ഈ പുസ്തകം നടത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ റാറ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച മലങ്കാട് മൂന്നാർ തോട്ടം തൊഴിലാളികളുടെ ആത്മകഥ എന്ന ഈ പ്രയോഗം തന്നെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആത്മകഥ മലങ്കാട് നമ്മുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുകയാണ്. അത് ഒരുപക്ഷെ മലയാളത്തിന് ശീലമില്ലാത്ത ഒരു സമൂഹത്തിന് മുന്നിലേക്ക് തൻ്റെ പേനയുമായി കടന്നു ചെന്ന ഒരു എഴുത്തുകാരൻ്റെ, ഒരു ഗവേഷകൻ്റെ, ഒരു അന്വേഷണ കുതുകിയുടെ, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ്റെ കുറിപ്പുകളാണ്. ആ കുറിപ്പിൽ അവരുടെ അതിജീവനത്തിൻ്റെ അടയാളങ്ങൾ നിറച്ചുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നന്ദി, നമസ്കാരം.